രാഷ്ട്രീയ ചൂട് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിക്കാനുള്ള ശ്രമം നടക്കുന്നു. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇന്ത്യക്കെതിരെ വീണ്ടും ഭീഷണി മുഴക്കി പാകിസ്ഥാൻ രംഗത്ത്. കൊടും ഭീകരനായ ഹാഫിസ് സയ്യിദിനെ വീണ്ടും രാഷ്ട്രീയ ആയുധമാക്കുന്ന പാകിസ്ഥാൻ അവരുടെ പ്രതിസന്ധികൾ മറയ്ക്കാൻ വീണ്ടും ഇന്ത്യ കാർഡ് ഇറക്കുകയാണോ? കാരണം ഹാഫിസ് സയ്യിദിനെ പുകഴ്ത്തിക്കൊണ്ടാണ് മുൻ പാക് മന്ത്രിയായ ഷെയ്ഖ് റാഷിദ് ആകട്ടെ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കി രംഗത്ത് വന്നിരിക്കുന്നത്. വീണ്ടും പഴയ തീവ്രവാദ രാഷ്ട്രീയത്തിലേക്കാണോ പാകിസ്ഥാന്റെ ചില നേതാക്കൾ മടങ്ങുന്നത് എന്നതിലാണ് ഇപ്പോൾ ആശങ്ക ഉയരുന്നതും. ഹാഫിസ് സയ്യിദിനെ പ്രശംസിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ വെല്ലുവിളിയുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ വിവാദത്തിന് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, പാകിസ്ഥാനിലെ രാഷ്ട്രീയ വേദിയിൽ വീണ്ടും വിവാദത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിൽ മുൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് റാഷിദ് അഹമ്മദിന്റെ വാക്കുകൾ. ലഷ്കർ-ഇ-തോയ്ബയുമായി ബന്ധമുള്ള നേതാക്കൾ സന്നിഹിതരായ വേദിയിൽ എത്തിക്കൊണ്ടാണ് റാഷിദ് ആകട്ടെ ഹാഫിസ് സയ്യിദിനെ പരസ്യമായി തന്നെ പുകഴ്ത്തുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പമാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ പ്രകോപനകരമായ പ്രസ്താവനകൾ നടത്തിയത്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ വേദിയിൽ നിന്ന് ഉയർന്നു വന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു വാക്കുകൾ ഒരു വെറും വ്യക്തിപരമായ അഭിപ്രായമോ അതോ പാകിസ്ഥാനിലെ ചില രാഷ്ട്രീയ തീവ്രവാദ ശൃംഖലകൾ തമ്മിലുള്ള പഴയ ബന്ധത്തിന്റെ പുതിയ സൂചനയാണോ എന്ന ചോദ്യം പോലും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഞാൻ ഹാഫിസ് സയ്യിദിന്റെ സേവകനാണ് എന്ന അർത്ഥമുള്ള വാക്കുകളിലൂടെയാണ് റാഷിദ് ആകട്ടെ തന്റെ നിലപാട് ഇവിടെ വ്യക്തമാക്കി തന്നെ മുന്നോട്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട്. അതേ വേദിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെയും ശക്തമായ രീതിയിൽ കടുത്ത ഭാഷയിലുള്ള ഭീഷണി മുഴക്കി ആ ഒരു ഭാഷാ പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഇത് ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര തർക്കത്തെ കുറിച്ചുള്ള സാധാരണ രാഷ്ട്രീയ വിമർശനമായിരുന്നില്ല. നിരോധിത തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന ഒരു പ്രസംഗം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ ഈ വാർത്തയിൽ പ്രധാനപ്പെട്ടതായി തന്നെ മാറുന്നത് പാകിസ്ഥാനിൽ തീവ്രവാദത്തിനെതിരായ നടപടി നടക്കുന്നുവെന്ന് ലോകത്തിന് മുന്നിൽ പറയുമ്പോൾ അതേ രാജ്യത്തെ ഒരു മുൻ ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഹാഫിസ് സയ്യിദിനെ പോലെ ഒരു വിവാദ അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു തീവ്രവാദ ബന്ധമുള്ള ഒരു വ്യക്തിയെ അവിടെ പരസ്യമായി തന്നെ മഹത്വവൽക്കരിക്കുന്നത് എന്നതാണ് ഏറെ പ്രസിദ്ധമായ ഒരു ചോദ്യമായി തന്നെ ഉയരുന്നത്. പാകിസ്ഥാന്റെ രാഷ്ട്രീയത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ ഇപ്പോഴും എളുപ്പത്തിൽ തന്നെ കയ്യടികൾ നേടുന്ന രാഷ്ട്രീയ ആയുധമാണ് എന്ന സംശയം പോലും ഇതിലൂടെ തന്നെ ശക്തമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹാഫിസ് സയ്യിദ് ആകട്ടെ ലഷ്കർ-ഇ-തോയ്ബയുടെ സഹസ്ഥാപകനാണ് എന്നും തീവ്രവാദ ബന്ധമുള്ള പേരിൽ ഐക്യരാഷ്ട്രസഭയും വിവിധ രാജ്യങ്ങളും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു റിപ്പോർട്ട്. ഇന്ത്യ ആകട്ടെ 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ വിചാരണയ്ക്കായി തന്നെ ഹാഫിസ് സയ്യിദിനെ അവിടെ കൈമാറണമെന്ന് പാകിസ്ഥാനോട് ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് റാഷിദിന്റെ പുതിയ പ്രസ്താവനയെ വെറും രാഷ്ട്രീയ ഒരു രോഷമായി തന്നെ തള്ളിക്കളയാനാകുന്നതല്ല. പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വീണ്ടും ഇവിടെ ഇന്ത്യ കാർഡ് ഇറക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തീവ്രവാദ ബന്ധമുള്ള ശക്തികളെ അവിടെ രാഷ്ട്രീയ വേദിയിൽ ഇപ്പോഴും സ്വീകരിക്കുന്നു എന്നൊരു വലിയ ഒരു തുറന്നു പറച്ചിൽ കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ ഇവിടെ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്നും ഒരു കാര്യം ഇവിടെ വ്യക്തമാവുകയാണ്. ഹാഫിസ് സയ്യിദിനെ പുകഴ്ത്തി ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയ മുൻ പാക് മന്ത്രിയുടെ വാക്കുകൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ പഴയ മുറിവുകൾ വീണ്ടും തുറന്നു കാണിക്കുകയാണ്. പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ യഥാർത്ഥത്തിൽ എന്ത് നിലപാടാണ് ഇവിടെ എടുക്കുന്നതെന്ന ചോദ്യം പോലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ പ്രസിദ്ധമായി തന്നെ അത് ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.